നാളായി ഈ കല്ലുമ്മക്ക ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നേക്കിനെ കഴിച്ചിട്ടേ ഇല്ല. ഇവിടെ വന്നിട്ട് ഇത് യാദൃശ്ചികമായിട്ട് ഞാനൊരു വീട്ടിൽക്കൂടലിന് പോയിട്ട് വരുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽക്കൂടലിന് പോയിട്ട് വരുമ്പം കണ്ടിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ചെടുത്ത് വറക്കാം. ഇത് നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കിയത്. ഇത് വറക്കാൻ ഇത് ഒന്ന് തിളപ്പിക്കണം, അന്നേരം അതിൻ്റെ ഇറച്ചിങ് വരുവേ. ഇത് ഞാൻ നല്ല വൃത്തിക്ക് കഴുകി ഇതാ പൊളന്ന് വെച്ചത്. ഇനി അരിപ്പൊടി നിറച്ചിട്ട് പുഴുങ്ങണം, എന്നിട്ട് പൊരിച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തതാണ്. എൻ്റെ അറിവിൽ ഇതിങ്ങനെയാണ് ഞങ്ങളാക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഇതിൻ്റെ അകത്ത് നിറച്ചിത് ഇതൊന്നിട്ട് നല്ല വൃത്തിക്ക് കഴുകി ഇങ്ങനെ ഉണ്ട പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അകത്തൊരു ചെളിയുണ്ട്, അതെല്ലാം എടുത്ത് കളഞ്ഞ് എന്നിട്ട് ഇതിങ്ങനെ നിറയ്ക്കണം. എന്നിട്ട് മസാലയിൽ ഇട്ട് പൊരിക്കച്ചാൽ എൻ്റെ അമ്മോ എന്നെ പോലെ നിറച്ച് വെച്ച് പുഴുങ്ങിയേ കുറച്ചെടുത്തിട്ട് പുഴുങ്ങി ഇത് നമുക്ക് നല്ല എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇത് കണ്ട ഇതിനൊരു ചെളിയുണ്ട്, ഇതിങ്ങനെ എടുത്ത് ഇതിൻ്റെ ചെളി ഒരു വര പോലത്തെ ഒരു സംഭവമുണ്ട്, അത് വലിച്ച് കളയണം. ഇങ്ങനെയാണ് ഇത് നന്നാക്കി എടുക്കേണ്ടത്. ഇതിൻ്റെ ഒരു ടേസ്റ്റാനായിട്ടുള്ള മസാല തയ്യാറാക്കുവാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 സ്പൂൺ 3/4 സ്പൂൺ കാണുവേ. നല്ല എരിവുള്ള മുളകാണ് 1 സ്പൂണ്. പിന്നെ ഇത് ഗരം മസാലയും എല്ലാം കൂടെ ഞാനിവിടെ തയ്യാറാക്കിയത്, പെരിഞ്ചീരകവും ഗരം മസാലയും എല്ലാം കൂടെ. ഇത് 2 പാത്രം. ഇത് മഞ്ഞൾപ്പൊടി, പിന്നെ നല്ല കറിവേപ്പിലയും മല്ലിയിലയും കൂടെ. ഇതെല്ലാം കൂടെ ഉപ്പും കൂട്ടി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂട്ടി ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. ഈ ചട്ടിയിലിട്ട് ഓക്കെ തോടോടുകൂടി ഇതാ എണ്ണയിലിട്ട് പൊരിക്കും. അങ്ങനെയാണ് കണ്ണൂർ ജില്ലയിലെല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ ആ സ്റ്റൈലിലും ഒന്ന് പൊരിക്കാം. നല്ല ടേസ്റ്റ് അങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ. ഇങ്ങനെയാണ് കല്ലുമ്മക്ക പൊരിക്കുന്നത്. ഇത് കണ്ടോ എന്നാ ടേസ്റ്റാണെന്നറിയാം. അയ്യോ ഞാനൊരു വർഷം പൊട്ടിച്ച് ഇതെടുത്തതാണ്, ചൂടുണ്ട്. അയ്യോ എന്നാ